പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ മറുപടി. ഞെട്ടിപ്പിക്കുന്ന തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ കരുത്ത് വിളംബരം ചെയ്യുന്നതായി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ശക്തമായ താക്കീതാണിത്. ലോകം മുഴുവൻ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിനൊപ്പം നിൽക്കുമ്പോൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് പരിഹാസ്യരാവുകയാണ് പാകിസ്ഥാനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ. സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഈ വ്യാജ വാർത്തകൾ തന്നെയാണ്. ഇന്ത്യയുടെ റഫാൽ, സുഖോയ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന വ്യാജ വാർത്തയാണ് പ്രചരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി നൽകിയെന്ന തെറ്റായ വിവരം അധികൃതരെ ഉദ്ധരിച്ച് പാകിസ്ഥാനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയ്ക്കുള്ളിലെ 15 സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചെന്നുമുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. ശ്രീനഗർ വിമാനത്താവളം പാകിസ്ഥാൻ വ്യോമസേന ആക്രമിച്ചെന്ന വാർത്തയാണ് അതിലൊന്ന്. ഇന്ത്യൻ ആർമി ബ്രിഗേഡ് ആസ്ഥാനം ആക്രമിച്ച് നശിപ്പിച്ചെന്നും വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തകൾ പ്രചരിക്കുന്നത് പാകിസ്ഥാൻ സൈനിക മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ വഴിയാണെന്നതാണ് ഏറെ കൗതുകമുയർത്തുന്നത്. ഈ വാർത്തകളെ പിന്തുണയ്ക്കുന്ന ദൃശ്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല. സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്തകൾക്കൊപ്പം പ്രചരിക്കുന്ന ചിത്രങ്ങളെല്ലാം വർഷങ്ങളുടെ പഴക്കമുള്ളവയാണ്. വ്യാജ വിവരങ്ങൾ നൽകി പാകിസ്ഥാൻ വീണ്ടും ലോകത്തിന് മുന്നിൽ നാണം കെടുകയാണ്. പാകിസ്ഥാനിലെ ഭവൽപൂരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ തലവൻ മസൂദ് അസ്ഹറിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ 10 പേരാണ് ഭവൽപൂരിലെ ഭീകര ക്യാമ്പിൽ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. അസ്ഹറിൻ്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരു അനന്തരവളും അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് BBC ഉറുദു റിപ്പോർട്ട് ചെയ്തു. അസ്ഹറിൻ്റെയും അമ്മയുടെയും അടുത്ത സഹായിയും മറ്റ് 2 അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഭീകരൻ മസൂദ് അസ്ഹറിനെ താമസിപ്പിച്ചിരിക്കുന്ന ലാഹോറിൽ കനത്ത സുരക്ഷയാണ് പാക് സൈന്യത്തിൻ്റെയും ISIയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും അതിനിടെ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലുമായി 9 ഭീകര പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം തകർത്തത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം ജെയ്ഷയുടെയും ലഷ്കറിൻ്റെയും 4 ഭീകര ക്യാമ്പുകളും തകർത്തു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ 5 ക്യാമ്പുകൾ നശിപ്പിച്ചതായി ഉദ്യോഗസ്ഥർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയല്ല, മറിച്ച് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ക്രൂര ആക്രമണം നടന്നിട്ട് 16 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടി. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിന്നൽ മിസൈൽ ആക്രമണം. ആക്രമണത്തിൻ്റെ പ്രകമ്പനം പാക് നഗരങ്ങളായ ഇസ്ലാമാബാദിലും ലാഹോറിലും അനുഭവപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ ആക്രമണം നടത്തിയ മേഖലകളിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഈ നഗരങ്ങൾ. ബുധനാഴ്ച പുലർച്ചെ 1:44ഓടെയാണ് ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂരി എന്ന് പേരിട്ട ദൗത്യം നടത്തിയത്. മുസാഫർബാദ്, ബഹവൽപൂർ, കോട്ട്ലി, മുരിഡ്കെ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ലഷ്കർ-ഇ-തയ്യബയുടെ ആസ്ഥാനമാണ് മുരിഡ്കെ. പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന് കരസേന പ്രതികരിച്ചു. പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും സൈന്യം അറിയിച്ചു.